Hi friends, welcome to my YouTube channel Ampency. Our channel name Help Me Lord. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഷാർജ ഷേക്ക് ആണ്. അത് നമ്മൾ കടകളിൽ വാങ്ങാൻ പോയാൽ അന്യായ വിലയാണ്, എന്നാൽ വീട്ടിലുണ്ടാക്കാൻ വളരെ എളുപ്പവും. ഈ പാല് കുടിക്കാനൊക്കെ മടിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വളരെ ടേസ്റ്റോടെ ഇത് കഴിച്ചോളും. ഇത് എൻ്റെ റെസിപ്പിയല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. എനിക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി തരുന്ന ഒന്നാണിത്. അത് ഒരു പ്രാവശ്യം കുടിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കുടിക്കാൻ തോന്നും, അത് ഉറപ്പാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ: 1/2 ലിറ്റർ പാൽ, അത് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയാക്കണം. അതായത് നല്ല കട്ടപ്പാലാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ എടുക്കുന്നത്, വെള്ളം ടൈപ്പ് അല്ല. പാലിൽ ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ കാച്ചി ഫ്രീസറിൽ വെച്ച് കട്ടയാക്കണം. നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന ഷേക്ക് ഇങ്ങനെ ഈ പാല് കാച്ചിയാ തരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പച്ചപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പാല് കാച്ചി ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് ഞാലിപ്പൂവൻ പഴം, ചെറുത് ഒരെണ്ണം. വലുത് ഒത്തിരി ഇടണ്ട, ഒത്തിരി ഇട്ടാൽ പഴത്തിന്റെ ടേസ്റ്റ് ആയിരിക്കും. അതല്ല ഞാലിപ്പൂവനില്ല, പൂവൻ പഴമാണെങ്കിൽ, അത് വലുതാണെങ്കിൽ അരമുറി മതി. ഇതിന് വേണ്ടത് ഞാലിപ്പൂവൻ പഴമാണ്. പിന്നെ ബൂസ്റ്റ് അല്ലെങ്കിൽ ബോൺവിറ്റ, ഇത് 2 ടീസ്പൂൺ. പഞ്ചസാര ആവശ്യത്തിന്. അത് പഴത്തിനും മധുരമുണ്ട്, ബൂസ്റ്റിനും മധുരമുണ്ട്. അത് അനുസരിച്ച് മധുരം ഇട്ടാൽ മതി. ഒത്തിരി പഞ്ചസാര ആയാലും നമ്മുടെ ഷേക്കും വെള്ളമായി പോകും. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ആവശ്യത്തിന് പഞ്ചസാര ഇടുക. ഏലക്ക ഒരെണ്ണം, അത് തൊലി ഇടണ്ട, അതിൻ്റെ അരി മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടത് അണ്ടിപ്പരിപ്പ്, അത് പൊടിച്ചത് ഒരു 5 എണ്ണം. അതായത് ഒത്തിരി പൊടി പോലെ ആകണ്ട, നമുക്ക് ഈ ഷേക്കിൽ ഇടയ്ക്ക് കടിക്കാൻ കിട്ടണം, ആ പരുവത്തിന് പൊടിക്കണം. ഇനി അണ്ടിപ്പരിപ്പില്ല എങ്കിൽ കപ്പലണ്ടിയും ഇങ്ങനെ പൊടിച്ച് ഉപയോഗിക്കാം. ഇത് രണ്ടും കൂടി ഇടണ്ട, ഏതെങ്കിലും ഒന്ന് മതി. ഉണക്കമുന്തിരി, അത് 2-3 എണ്ണം ചെറുതായി അരിഞ്ഞത്. ചെറി ഉണ്ടെങ്കിൽ 2 എണ്ണം ചെറുതായി അരിഞ്ഞിട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഉണക്കമുന്തിരിയും ചെറിയും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. സാധാരണ വീടുകളിൽ ഇത് രണ്ടും എപ്പോഴും അവൈലബിൾ ആയിരിക്കണമെന്നില്ല, ഉണ്ടെങ്കിൽ ഇട്ടോ. ഇനി ചെയ്യേണ്ട വിധം: ആദ്യം മിക്സി ജാറിൽ പാല് നന്നായി കട്ടയായത് ഒന്ന് പൊട്ടിച്ചിടുക. ഇനി ഇതെങ്ങനെ പൊട്ടിക്കണം എന്ന് ചിന്തിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ചപ്പാത്തി പരത്തുന്ന ആ തടി വെച്ച് 2 തട്ട് കൊടുത്താൽ മതി, അത് ഉടഞ്ഞു കിട്ടും. ഒത്തിരി അങ്ങ് ഉടച്ചിടണ്ട, കട്ടായിട്ട് തന്നെ കിടക്കണം. അതിലേക്ക് ഈ പഴം അരിഞ്ഞിട്ടതും ബൂസ്റ്റും പഞ്ചസാരയും ഏലക്കായും ഇട്ട് അടിച്ചെടുക്കുക. ഇത് ഒത്തിരി ഇട്ടങ്ങ് അടിക്കണ്ട, ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് കറക്കിയ ശേഷം നല്ല ക്രീമി പരുവത്തിൽ കിട്ടും, അല്ലെങ്കിൽ അത് വെള്ളമായി പോകും. ഈ കാണുന്നതാണ് പരുവം. ഇതേ പരുവത്തിന് അടിച്ചെടുക്കുക. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി നമ്മൾ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചെറിയും ഇട്ട് കോരി കുടിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ തന്നെ ഉണ്ടാക്കണം, അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറുപടി ഇടുക, ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പുതിയ ടിപ്സ് കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട പ്രിയപ്പെട്ട വീഡിയോയുമായി ഉടൻ വരും. ടിൽ ദെൻ, ബൈ.